അപ്പോൾ നമ്മുടെ ചുറ്റും ശാന്തിയും ജനാധിപത്യവും വളർന്നതാണെങ്കിൽ മാത്രമേ നമുക്ക് മിത്രങ്ങളുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പുരോഗതി ഇതിനേക്കാൾ ഒരുപാട് മുൻപിലോട്ടായാലും. അപ്പം നമുക്ക് അല്ല, ഷെയ്ഖ് ഹസീനയുടെ ഭരണമായിരുന്നു അവിടെ നടന്നിരുന്നെങ്കിൽ ഈ പ്രതിസന്ധികൾ കുറവായിരുന്നു. അത് ഈ ഒരു മുസ്ലിം തീവ്രവാദ സംഘടനകൾ ഇപ്പം താലിബാനിൽ അധികാരം പിടിച്ച മാതിരി ഈ പല രാജ്യങ്ങളിലും അധികാരം പിടിക്കുന്നത് തീവ്രവാദ നിലപാടുകളുള്ള ആൾക്കാരാണ്. അവിടെ ഇന്ത്യയുമായിട്ട് ചേർന്ന് പോകുന്നതിനൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനുമായിട്ട് ആ ഒരു കാര്യത്തിന് പാകിസ്ഥാൻ്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു, ആയുധങ്ങളുണ്ടായിരുന്നു, അവരുടെ ഇൻ്റലിജൻസ് അവർ വർക്ക് ചെയ്തു. അവർ ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്തത് പാകിസ്ഥാൻ്റെ ബുദ്ധിയായിരുന്നു. കാര്യം അവർക്കൊരു സഖ്യരാഷ്ട്രം കൂടെ ഇന്ത്യ എതിർക്കാൻ കിട്ടുമെന്നാണ് അവർ അഫ്ഗാനിസ്ഥാനെ വളർത്തി. എങ്ങനെയാണ് ഇന്ത്യ എതിർക്കാൻ ഒരു സഖ്യരാഷ്ട്രം കിട്ടുമെന്ന് വിചാരിച്ചപ്പോൾ അവരുടെ ശത്രുക്കളായി. പാകിസ്ഥാൻ വിഭജിച്ചു പോകുമ്പം പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരിക്കലും യോജിക്കില്ല എന്ന് ഇന്ത്യ കണക്കൂട്ടി. പക്ഷേ മത തീവ്രവാദത്തിൻ്റെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് അവർ പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ട് പലയിടത്തും യോജിക്കാൻ തയ്യാറായി. ഇപ്പോൾ അവർക്ക് കപ്പലിൽ ധാന്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ബംഗ്ലാദേശിന്. പാകിസ്ഥാനുള്ളവർക്ക് കഴിക്കാനുള്ള ധാന്യങ്ങൾ ഇല്ലാത്തടത്താണ് അവർ ബംഗ്ലാദേശ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.